നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്ന ഇന്ന് പത്രികയെ ചൊല്ലി പലയിടത്തും പട. പ്രധാനമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയും പത്രികകൾക്കെതിരെയാണ് പരാതിയുമായി എതിർപക്ഷം രംഗത്ത് വന്നത്. നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് UDF നൽകിയ പരാതി തള്ളി. പത്രികയിൽ ബാംഗ്ലൂരിലെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കാണിച്ച് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് സൂക്ഷ്മ പരിശോധനയ്ക്കിടെ പത്രിക മാറ്റിവെക്കുകയും പിന്നീട് വരണാധികാരി UDFന്റെ പരാതി തള്ളുകയുമായിരുന്നു. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കി. ബാംഗ്ലൂരിലെ വസ്തുവിന് കരമടച്ചതിന്റെ രേഖകൾ സഹിതമാണ് കോൺഗ്രസ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിലെ 200 കോടി രൂപ വില വരുന്ന ഈ വീടിന്റെ വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ പരാതി. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും പരാതി എതിരാളികൾ ഉയർത്തി. യഥാർത്ഥ വരുമാനം കാണിച്ചില്ലെന്ന് ആരോപിച്ചാണ് LDFും NDAയും പരാതി നൽകിയത്. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് മുൻപാകെ പറവൂരിലെ LDF സ്ഥാനാർത്ഥിയായ ടൈസൺ മാസ്റ്ററും NDAയും പരാതി നൽകി. അഭിഭാഷകനായ VD സതീശന്റെ വരുമാനത്തിന്റെ യഥാർത്ഥ സ്രോതസ് കാണിച്ചില്ല, ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിന്റെ പിഴ അടച്ചതിന്റെയും കുടിശ്ശികയുടെയും വിവരങ്ങൾ കാണിച്ചില്ല, കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം പത്രികയിൽ കാണിച്ചില്ല എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം VD സതീശന്റെ പത്രിക ഉച്ചകഴിഞ്ഞ് സ്വീകരിച്ചു. എന്നാൽ അപരന്മാരിൽ ചിലരുടെ പത്രിക സൂക്ഷ്മ പരിശോധനയെ തുടർന്ന് തള്ളിപ്പോയിട്ടുണ്ട്. പട്ടികജാതി പദവി ക്ലെയിം ചെയ്യാൻ ഹിന്ദു, സിഖ്, ബുദ്ധ മതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി. ക്രൈസ്തവ, ഇസ്ലാം മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവർക്ക് പട്ടികജാതി സംവരണത്തിനോ ആനുകൂല്യങ്ങൾക്കോ അർഹതയുണ്ടാവില്ലെന്ന കീഴ്ക്കോടതി വിധികൾ കോടതി ആവർത്തിച്ചു. ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, NV അഞ്ചാരിയ തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഈ നിർണായക നിരീക്ഷണം നടത്തിയത്. 1950 ഭരണഘടനാ ഉത്തരവ് പ്രകാരം പട്ടികജാതി പദവി ഈ 3 മതവിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒരാൾ ക്രൈസ്തവ മതമോ ഇസ്ലാം മതമോ സ്വീകരിക്കുന്ന നിമിഷം മുതൽ അയാൾക്ക് പട്ടികജാതി പദവി നഷ്ടമാകും. ഈ മതങ്ങളിൽ ജാതി വ്യവസ്ഥ നിലവിലില്ലാത്തതിനാലാണ് ഭരണഘടന ഈ പദവി നൽകാത്തതെന്നും കോടതി വിശദീകരിച്ചു. രാജ്യത്തെ മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കുന്ന തരത്തിലുള്ള വിധി പുറപ്പെടുവിക്കരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. മോസ്കുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതത് മസ്ജിദ് കമ്മിറ്റികളാണെന്നും ബോർഡ് വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് നൽകിയ രേഖാമൂലമുള്ള വാദത്തിലാണ് ബോർഡ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കിയാൽ അത് ഭരണഘടനയുടെ 26-ാം അനുച്ഛേദം നൽകുന്ന മതപരമായ സ്വയം ഭരണാധികാരത്തെ ലംഘിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് ബോർഡ് വാദിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ നേമം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിനായി അഘോരി സ്വാമിമാർ എത്തിയത് പുതിയ രാഷ്ട്രീയ പോരിന് വഴി തുറക്കുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള അഘോരി സ്വാമിമാരുടെ സാന്നിധ്യത്തെ രൂക്ഷ പരിഹാസത്തോടെയാണ് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും UDF സ്ഥാനാർത്ഥി KS ശബരിനാഥനും നേരിട്ടത്. നേമം മണ്ഡലത്തിൽ 23 സ്കൂളുകളുണ്ടെന്നും പഠന സമയത്ത് 100 കണക്കിന് അഘോരി സ്വാമിമാർ നിരത്തിലിറങ്ങിയാൽ കുട്ടികൾ പേടിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഈ ടൈപ്പ് സ്വാമിമാർക്ക് ഇവിടെ വോട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. BJP സ്ഥാനാർത്ഥി കാണേണ്ടത് സാധാരണക്കാരായ മലയാളികളെയാണെന്ന് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ പ്രതികരിച്ചു. യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ നിന്നാണ് സ്വാമിമാർ വന്നതെന്നാണ് കേട്ടത്. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് അദ്ദേഹം പരിഹസിച്ചു. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് K സുധാകരൻ MP കേരള രാഷ്ട്രീയത്തിലേക്ക് ഇനി താനില്ലെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ പിന്തിരിപ്പിക്കാൻ മകൻ ഇടപെട്ടുവെന്ന വാദം ശുദ്ധ അസംബന്ധമാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ബന്ധപ്പെട്ടു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം താൻ എടുക്കില്ലെന്ന് അവർക്ക് ഉറപ്പ് നൽകി. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയായ TO മോഹനനുമായി തനിക്കൊരു പ്രശ്നവുമില്ല. താൻ സ്ഥാനാർത്ഥിയാകുന്നില്ലെങ്കിൽ പകരം മോഹനനെ മത്സരിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ വാക്ക് പാലിച്ചുവെന്നാണ് താൻ പറഞ്ഞത്. പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. UDFന് 100 സീറ്റിനടുത്ത് ലഭിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ഒരിക്കലും BJPയിലേക്ക് പോകില്ല. എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കും. പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ പ്രചാരണത്തിനായി പോകുമെന്നും സുധാകരൻ പറഞ്ഞു. എൽദോസ് കുന്നപ്പിള്ളയ്ക്ക് MLAയേക്കാൾ ഉയർന്ന പദവി കോൺഗ്രസ് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പെരുമ്പാവൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ മനോജ് മൂത്തേടന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് വേദിയിലെത്തിയ എൽദോസിനെ അനുനയിപ്പിച്ചുകൊണ്ട് VD സതീശൻ സംസാരിച്ചത്. എൽദോസ് അടിമുടി ഒരു കോൺഗ്രസ്സുകാരനാണ്. രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നമുക്ക് അപ്രിയങ്ങളായ തീരുമാനങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒരുപാട് സ്ഥാനമാനങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പോയില്ല, ശക്തമായി തിരിച്ചു വന്നു. ഇനി എൽദോസ് കുന്നപ്പിള്ളിയെ കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ നൽകും. MLAയേക്കാൾ ഉയർന്ന പദവി ഉണ്ടാകും. ഞങ്ങൾ ഏവരുടെയും സഹോദരനായി ചേർത്ത് നിർത്തുമെന്നും VD സതീശൻ പറഞ്ഞു.
അമേരിക്കയിലെ ടെക്സസിലുള്ള പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലയായ വലേറോ പോർട്ട് ആർത്തർ റിഫൈനറിയിൽ ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തവുമുണ്ടായി. ഇന്ന് പുലർച്ചെ 5ഓടെയാണ് സംഭവം. തീപിടുത്തത്തെ തുടർന്ന് കിലോമീറ്ററുകളോളം കറുത്ത പുകപടലങ്ങൾ ഉയർന്നത് വൻ പരിഭ്രാന്തി പരത്തി. സമീപവാസികളോട് വീടിനുള്ളിൽ തന്നെ കഴിയാൻ പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾ കുലുങ്ങിയതായും വലിയ തീജ്വാലകൾ ഉയർന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. പോർട്ട് ആർതർ ഫയർ ഡിപ്പാർട്ട്മെന്റ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നിലവിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നായ പോർട്ട് ആർതർ വലേറോ പ്ലാന്റിൽ പ്രതിദിനം 4.35 ലക്ഷം ബാരൽ ഇന്ധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്ലാന്റിലെ പ്രവർത്തനം ദീർഘകാലത്തേക്ക് തടസ്സപ്പെട്ടാൽ മേഖലയിലെ ഇന്ധന വിതരണത്തെ ബാധിക്കും. വീട്ടിൽ പോയി ചോദിച്ചോ എന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചോദ്യം ചോദിക്കേണ്ട വേദിയല്ല പൊതുയോഗം. പൊതുയോഗത്തിന് അതിൻ്റെതായ രീതിയുണ്ട്. പിണറായിയുടെ പരിപാടിയിൽ മര്യാദ പാലിക്കേണ്ട എന്നുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സാധാരണ നമ്മൾ ഓരോ ഘട്ടത്തിലും പാലിക്കുന്ന മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കാതിരുന്നതിനാൽ പ്രതികരണവും അതിനനുസരിച്ച് വരും. ചില ഘട്ടങ്ങളിൽ ആവേശം കൊള്ളുന്നവരുണ്ടല്ലോ, ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ഇങ്ങനെ ആയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടന്ന പരിപാടിയിലായിരുന്നു സംഭവം. വേദിയിൽ നിന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരു ചോദ്യമുണ്ടെന്നൊരാൾ പറഞ്ഞു. ഇതോടെ വീട്ടിൽ പോയി ചോദിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ ഈ മറുപടി വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രി ക്ഷുഭിതനായ സംഭവത്തിൽ പ്രതികരണവുമായി കോന്നി സ്വദേശിയും CPM പ്രവർത്തകനുമായ ദാസ് പി ജോർജ്. താൻ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചത് തെറ്റായി പോയെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ ചോദ്യം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടാൻ കാരണമായി. ആ അവസരത്തിൽ താൻ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ആവേശത്തിൽ ചോദിച്ചു പോയതാണെന്നും ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.